രാജ്യം ഇന്ന് അതീവ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിനും ആത്മപരിശോധനക്കും സാക്ഷ്യം വഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടി നേതാക്കൾക്ക് നൽകിയ വലിയൊരു നിർദ്ദേശമുണ്ട്. അത് കേവലം ഒരു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര നിർദ്ദേശമായിട്ട് മാത്രം നമുക്ക് കാണാനും ഒതുക്കാനും സാധ്യമല്ല. മറിച്ച് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ എന്ന പൊതുവായ ലേബലിൽ ഒതുക്കി ലളിതവൽക്കരിക്കരുതെന്നും അതിനെ മുസ്ലിങ്ങളുടെ തന്നെ പ്രശ്നങ്ങളായി കണ്ട് അഭിസംബോധന ചെയ്യണം എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന നിർദ്ദേശം. വർഷങ്ങളായി മുസ്ലിം താലോലിക്കൽ എന്ന രാഷ്ട്രീയ ആരോപണത്തെ ഭയന്ന് പല പ്രതിപക്ഷ പാർട്ടികളും ചർച്ച ചെയ്യാൻ മടിച്ച ഒരു വിഷയത്തെ അതിന്റെ യഥാർത്ഥ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നു എന്നത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇന്ന് നേരിടുന്നത് സാധാരണമായിട്ടുള്ള ഒരു ഭരണപരമായ അവഗണനയോ വികസനത്തിലെ പിന്നോക്കാവസ്ഥയോ മാത്രമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ മൗനാനുകൂല്യത്തോട് കൂടിയിട്ട് രാഷ്ട്രീയ പ്രചാരണങ്ങളുടെയും സാമൂഹിക വിദ്വേഷത്തിന്റെയും കൂട്ടക്കെട്ടലുകളുടെയും ക്രമബന്ധിതമായ ശക്തപ്പെടുന്ന ഒരു ഒറ്റപ്പെടുത്തലുമാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാ ആളുകൾക്കും മതസ്വാതന്ത്ര്യവും സമത്വവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് നാം ആവർത്തിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു വലിയ വിഭാഗത്തിന് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പ്രതിദിനം ചോദ്യം ചെയ്യപ്പെടുന്ന അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അവകാശങ്ങൾ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കപ്പെടുന്നു. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നേരെ ബഹിഷ്കരണം ഉണ്ടാകുന്നു. പശുവിന്റെ പേരിൽ തല്ലിക്കൊല്ലലുകൾ ആവർത്തിക്കപ്പെടുന്നു. വിചാരണയോ നിയമപരമായ നടപടികളോ കൂടാതെ വീടുകളും സ്ഥാപനങ്ങളും ബുൾഡോസർ രാജ് ഉപയോഗിച്ച് തകർക്കപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ UAPA പോലുള്ള കർശനമായ നിയമങ്ങളുടെ ഭേദഗതിയും വരുന്നു. ഭീകരവാദ സംശയം എന്ന പേരിൽ വിചാരണ കൂടാതെ മുസ്ലിം യുവാക്കളെ ദീർഘകാലം തടവിലിടുകയും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അവരെ വെറുതെ വിടുകയും ചെയ്യുന്ന വാർത്തകൾ നാം നിരന്തരം കാണുന്നു. പൗരത്വ ചർച്ചകൾ രാജ്യത്ത് സജീവമായ സമയത്ത് പൗരത്വം തെളിയിക്കുക എന്ന ഭാരം വന്നു വീണത് രാജ്യത്തെ ഏറ്റവും ദരിദ്രതവും രേഖകളില്ലാത്തതുമായ സാധാരണ മനുഷ്യരുടെ തലയിലാണ്. ഈ വിവേചനം കേവലം ചില സാമൂഹിക വിദ്വേഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് ഭരണകൂടത്തിന്റെ നയങ്ങളായി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബലിപെരുന്നാൾ പോലുള്ള ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ചില സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിക്കുന്ന വിചിത്രമായ ഉത്തരവുകൾ മുതൽ വഖഫ് ഭേദഗതി നിയമങ്ങൾ വരെ ഇതിന് വലിയ ഉദാഹരണമാണ്. രാജ്യത്തെ മറ്റു മതവിഭാഗങ്ങളുടെ സ്വത്തുകൾ ലഭിക്കുന്ന സ്വയം ഭരണാവകാശത്തിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് സ്വത്തുകൾക്ക് മേൽ മാത്രം പ്രത്യേക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് മതനിരപേക്ഷ ഭരണത്തിന്റെ തുല്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ബാബരി മസ്ജിദ് വിധിക്ക് പിന്നാലെ 1991 ആരാധനാലയ നിയമത്തെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദും ക്ഷേത്രമാണെന്ന തരത്തിലുള്ള കോടതി വിധികൾ വരുന്നു. സമാനമായ രീതിയിൽ കേരളത്തിൽ മുനമ്പം വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള വിവാദങ്ങളും ഉടമസ്ഥാവകാശ തർക്കങ്ങളും ഉയർന്നു വരുന്നു. വഖഫ് സ്വത്തുകൾ നിയമപരമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഈ വിഷയങ്ങളിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കാതിരിക്കുക എന്നതും. സാംസ്കാരിക ദേശീയതയുടെ പേരിൽ ചില മുദ്രാവാക്യങ്ങൾ നിർബന്ധമാക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗം തങ്ങളുടെ ദേശക്കൂറ് നിരന്തരം തെളിയിക്കേണ്ടി വരുന്നത് എന്ന തെറ്റായ രാഷ്ട്രീയ സന്ദേശമാണ് പൊതുസമൂഹത്തിലേക്ക് ഇന്ന് പടരപ്പെടുന്നത്. ഒരു ജനാധിപത്യ രാജ്യം പെട്ടെന്നൊരു ദിവസം തകരുന്നില്ല. ആദ്യം ഭാഷ മാറും, പിന്നീട് വിവേചനങ്ങൾ സാധാരണവൽക്കരിക്കപ്പെടും, ഒടുവിൽ ഭരണകൂട നയങ്ങളും സാമൂഹിക മുൻവിധികളും തമ്മിലുള്ള രേഖ തന്നെ ഇല്ലാതാകും. അത്തരമൊരു ഘട്ടത്തിലേക്കാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ധൈര്യം നിർണായകമായും തെളിയിക്കേണ്ടത്. ഒരു സമൂഹം അവരുടെ മതപരമായ സ്വത്വത്തിന്റെ പേരിൽ മാത്രം ലക്ഷ്യം വെക്കപ്പെടുമ്പോൾ അവരുടെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വിഭജനമല്ല, മറിച്ച് അത് ജനാധിപത്യപരമായ ഒരു ഉത്തരവാദിത്തമാണ്. മതേതരത്വം എന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ അകലത്തിൽ നിർത്തുന്നത് മാത്രമല്ല, മറിച്ച് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന പൗരന്മാരുടെ അവകാശങ്ങൾ ഏറ്റവും ശക്തമായി സംരക്ഷിക്കാനുള്ള ഒരു ധൈര്യം കൂടിയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ ആത്മാവിനെ സംരക്ഷിക്കണമെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ആശങ്കകൾ വ്യക്തമായി കേൾക്കുകയും അവർക്കെതിരായിട്ടുള്ള അനീതികളെ തുറന്നു കാണിക്കുകയും വേണം. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ കേവലം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കുമുള്ള ആത്മപരിശോധന കൂടിയാണ്. waytonikah.com, the exclusive Muslim matrimonial site.